ഹായ് ഹലോ, വൈഷ്ണവ് മെച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ പതിവ് പോലെ നമ്മുടെ മൈൻക്രാഫ്റ്റ് വീഡിയോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ ദിവസമായി ഞാൻ മൈൻക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഇട്ടിട്ട് എന്താ പറയുക, ഞാൻ ഈ വീഡിയോ കുറച്ച് ദിവസം മുമ്പ് എടുത്ത് വെച്ചാണ്. നമ്മളിവിടെ ചെയ്തുകൊണ്ടിരുന്ന ഇതല്ലേ, വില്ലേജേഴ്സിനെ മൊത്തം എന്താ പറയുക ഇങ്ങോട്ടാക്കിയിട്ടുണ്ട്. ഒരുത്തിനും കൂടെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഞാൻ ഇത്ര ദിവസമായിട്ട് വീഡിയോസൊന്നും ഇട്ടിട്ടില്ല. അതിനുള്ള റീസണൊക്കെ പറയാം. പിന്നെ ഇതല്ലേ, റെയിലൊക്കെ സെറ്റപ്പ് ചെയ്ത് ഭയങ്കര പണിയാണ് ഇവിടെ. എനിക്ക് ഒന്നാമത് വില്ലേജസിന് ഭയങ്കര ഇതാണ്. പിന്നെ ഞാൻ നമ്മുടെ അയൺ ഫാം അങ്ങോട്ട് മാറ്റി, അതിൻ്റെയൊക്കെ ഓരോ പരിപാടിയൊക്കെ ആയിരുന്നു. നമുക്ക് റെയിൽ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് അയണൊക്കെ വേണമായിരുന്നു. പിന്നെ അവിടെ വന്നിട്ട് അത് വർക്കാവുന്നുമില്ല. വേണ്ട നമ്മുടെ അയൺ ഫാം പൊളിച്ചെടുത്തിട്ട് അപ്പുറത്തോട്ട് വെക്കാമെന്ന് അങ്ങ് വെച്ചു. അങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെയാണ്. ഈ വീഡിയോ എന്താ പറയുക, അപ്ലോഡ് ചെയ്യുന്നതിനേക്കാളും കുറേ ദിവസം മുമ്പ് എടുത്ത വീഡിയോസാണ് കാണുന്നത്. നമ്മുടെ മൈൻകാർട്ട് എടുത്തിട്ട് എന്താ പറയുക ഇങ്ങോട്ട് വെക്കാം. അപ്പോൾ ഇവൻ എന്താ നമ്മുടെ അങ്ങോട്ട് ചെല്ലേണ്ടതാണ്. നമ്മളങ്ങനെ എത്ര അയ്യോ ഇവിടെ അല്ലായിരുന്നു, ഇങ്ങോട്ട് പാടാ, ഇവിടെ അല്ലായിരുന്നു. അത് തന്നെ, ഇവിടെ തന്നെ. അയ്യോ ഈ മൈൻകാർട്ട് ഇത് പൊട്ടിച്ചിട്ട് ഇയാൾ തള്ളേ തിരിച്ചു പോവും. ബെസ്റ്റ്. അതിനടുത്ത് മേളിൽ നിന്നൊരു കൊച്ചുകുരിപ്പം വന്നു. ഇതിനൊക്കെ ഇപ്പോഴാണ് വരുന്നത്. നമുക്ക് ഇത് പൊട്ടിച്ചെടുത്തിട്ട് ഒന്നും കൂടെ വെച്ച് നോക്കാം. അതേ പൊക്കണം. മുമ്പൊന്നും ചെയ്തപ്പോൾ യാതൊരു വിഷയമില്ല. പോയി ഇതുണ്ട്. ഇതിനൊക്കെ ഇപ്പം എന്നെ കാണിക്കാൻ വേണ്ടി വന്നത്. എന്നാവൻ പൊക്കട്ടെ, നമുക്ക് പെട്ടെന്ന് കിടക്കാം. ഫുഡൊന്നും അടിക്കട്ടെ. ഓക്കേ, എന്ത് തീറ്റ ചെയ്തു, നമുക്ക് നേരെ വരുന്ന കിടക്കാം. ഈ വീഡിയോയുടെ അവസാനം നമ്മുടെ ബേസ് ബിൽഡിങ്ങിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പം ഇതുവരെ പറഞ്ഞ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതങ്ങ് ചെയ്തേക്കണം. നമ്മുടെ ഒരു സപ്പോർട്ടൊക്കെ തരണം. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഇടാനായിട്ട് സപ്പോർട്ടായി തരണം. അതുതന്നെ, നല്ല വീഡിയോസ് ഇതൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് കാട്ടിക്കളഞ്ഞേക്കാം. ഇതങ്ങ് ശരിയാക്കി വെച്ചേക്കാം. അല്ലെങ്കിൽ ഇതുപോലെയുള്ള കൊച്ചു കുരുപ്പുകൾ മേളിൽ നിന്ന് ഇനി ഇതുപോലെ തന്നെ വരും, മഴ പോലെ. അങ്ങനെ ശരിയാക്കിയിട്ടുണ്ട്. നേരെ നമുക്ക് അപ്പുറത്തോട്ടിടാം. നമ്മുടെ ബേസിൻ്റെ കാര്യമൊക്കെ എന്താ പറയുക, നമ്മൾ വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. അത്ര വലിയ ബേസൊന്നുമല്ല. അടുത്ത വീഡിയോയ്ക്ക് എന്താ നമ്മുടെ ബേസിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ എടുക്കാൻ പോകുന്നതായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ വില്ലേജസിൻ്റെയൊക്കെ നമ്മൾ മൊത്തം സെറ്റപ്പ് ചെയ്ത് നമ്മൾ എൻജോയിങ് ബുക്സ് ഒന്നും വാങ്ങുന്നില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് പോയി ഡ്രാഗനെ കൊല്ലുന്നു, എൻജോയിക്കുന്നു. കാരണം ഈ സീരീസിലെ അത്ര വലിയ ചെയ്യാനൊന്നുമില്ല. അപ്പം അടുത്ത എന്താ പറയുക, ഇതിൽ ഞാൻ പ്രോപ്പറായിട്ട് മൈൻക്രാഫ്റ്റ് കളിച്ച് ആദ്യം തൊട്ട് അവസാനം വരെ നല്ല പ്രോപ്പറായിട്ട് ഇതുപോലെ തന്നെ ചുമ്മാ എന്താ പറയുക ചുമ്മാ കളിച്ചൊന്നും പോകുന്നില്ല. അതായത് ചുമ്മാ വില്ലേജസിൻ്റെ ഇവിടെ കൊണ്ടുവെക്കുക. ഇത് തന്നെ 4-5 എപ്പിസോഡ് ഇതന്നെ പരിപാടിയാണ്. അങ്ങനെ ഒന്നുമില്ല, ഇതെല്ലാം ഒറ്റ എപ്പിസോഡിൽ തന്നെ ആക്കണം. എനിക്ക് ഇനി അൺലോക്ക് ചെയ്യണം. ഇനി അതും കൂടെ ചെയ്യണം. അല്ല, ഇത്രയും പേരാണ് ഞാൻ ഇത്ര നേരം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് അടുത്ത സീരീസിൽ നമ്മൾ പ്രോപ്പറായിട്ട് എന്താ പറയുക കളിച്ചും പോകുന്നതാണ്. ഈ സീരീസ് ജസ്റ്റ് ഒന്ന് നല്ലൊരു ബേസ് ബിൽഡ് ചെയ്യുക, ഡ്രാഗനെ പോയി അടിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ സീരീസിൽ. എന്താ പറയുക, സീരീസിൽ ഒരേ ഒരു ഇത് അച്ചീവ്മെൻറ്റ് നമുക്ക് അതിന് എമറാൾഡൊക്കെ ഇനിയും കുത്തിയിരുന്ന് ഒപ്പിക്കണം. അയ്യോ, അങ്ങനെയുള്ള ഒരുപാട് പണികളാണ് ഈ വേൾഡിൽ. അധികമായിട്ടൊന്നും ചെയ്യുന്നുമില്ല, പക്ഷെ ഭയങ്കര പണിയാണ്. അങ്ങനെയൊന്നുമല്ല, നമ്മളും ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് പറ്റുന്ന പോലെ വീഡിയോസൊക്കെ ഇടും. ഇതൊക്കെ പൊളിച്ച് കാട്ടിക്കളയണം. പിന്നെ അടുത്ത എപ്പിസോഡിൽ എന്തായാലും നല്ല ഫുൾ ആർമറും എല്ലാം സെറ്റപ്പ് ചെയ്തിട്ട് പറ്റുള്ളൂ. ഫുൾ ഡയമണ്ട് ആർമർ വിത്ത് ടൂൾസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുള്ളൂ. ഓക്കെ, പിന്നെ വില്ലേജസ് തരുമ്പോൾ തന്നെ എന്താ പറയുക, അതിൽ
അഞ്ചാൻറ്റിക്കൊക്കെ ഉണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ പഴയ അത് തന്നെ മറന്നുപോയി. ഇതാണ് നമ്മുടെ പഴയ അയൺ ഫാം. താട്ട് എൻ്റെ കാര്യം പറയാൻ വേണ്ടി ഞാൻ വേറെ ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താട്ടിറങ്ങണ്ട ഇതല്ല, ഞാൻ മൊത്തം അടച്ച് മൂടി. ഇവിടെ മാത്രം മൂടിയില്ല, അതിനകത്ത് കുറച്ച് പൂവും സ്ട്രിങ്ങും ഒക്കെ ഉണ്ട്. തുറക്കണേ, ഫുൾ അലമ്പാണ് ഇവിടെ. നേരെ അപ്പുറത്തോട്ട് വിടാം. നമ്മളിവിടെ വന്നിട്ടുണ്ട്. മറ്റേ ട്യൂണൊക്കെ ഇടാൻ പറയുന്നത് ഒക്കെയാണ് കുറച്ചും കൂടെ ഇതായിരുന്നു. ഞാനിപ്പം ഓടുന്നതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ട്, അതാണ്. ഇനി നമുക്ക് നേരെ എന്താ പറയുക, നമ്മുടെ അയൺ ഫാമിൻ്റെ ഇടം വരെ പോകണം. പുതിയ അയൺ ഫാം ബിൽഡ് ചെയ്തതാണ്. അത് ഇത് കറക്റ്റ് ഒരു 100 ബ്ലോക്ക് ഉണ്ട്. നേരെ ഇനി അങ്ങോട്ട് പോകണം. കറക്റ്റ് 100 ബ്ലോക്ക്. എൻ്റെ അമ്മേ, ഈ ഓട്ടത്തിനെങ്കിലും സൗണ്ട് കൊടുക്കായിരുന്നു. നമുക്ക് ഇനി അടുത്ത വീഡിയോസിലേക്ക് സൗണ്ട് കൊടുക്കാം. നമുക്ക് ഭയങ്കര എഡിറ്റിങ് സ്കില്ലൊന്നുമില്ല. ഇതല്ലേ കുറച്ച് സംഭവങ്ങൾ. ഇത് അതെൻ്റെ നമ്മൾ വില്ലേജേഴ്സിന് മേലോട്ടുണ്ടായിരുന്നു ഇട്ടപ്പം അങ്ങനെ വന്ന. ഓക്കെ, ഇനി മേലോട്ട് കയറുമല്ലേ? അതന്നെ, ഞാൻ ഒരു കാര്യം മറന്നു. ഇന്നെ പരിപാടി, നമ്മൾ നേരത്തെ അയൺ ഫാമിനെ കുറച്ചുകൂടെ ഞാൻ വലിപ്പം കൂട്ടിയിട്ടുണ്ട്. ഇതിന് കുറച്ചും കൂടെ വലിപ്പമൊക്കെ കൂട്ടി അയൺ ഗോൾ സ്പോൺ ആവുകയാണെങ്കിൽ കഴിഞ്ഞ വശത്ത് വരെ കറക്റ്റ് എനിക്ക് എന്താ പറയുക ഒരു ഇതുകൊണ്ടൊന്ന് അയക്കാൻ നൈറ്റ് ആവുന്നു. അപ്പോൾ തിരിയുക, ഇതൊന്നും നാളെ ഒന്നും സ്പോൺ ആവത്തില്ല. തിരിച്ച് ഓടട്ടെ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അത് തന്നെ. ആഹാ, സൺസെറ്റ് അടിപൊളി സൺസെറ്റ് ആണല്ലോ. സൺസെറ്റ് കുറച്ചും കൂടെ ടെക്സ്ചറൊക്കെ കൊടുത്ത് സണ്ണൊന്ന് റൗണ്ട് ആക്കിയാൽ കൊള്ളായിരുന്നു. നമ്മൾ നെതറിലൊന്നും പോയിട്ടില്ല. എന്തായാലും ഇതിനകത്ത് നമ്മൾ നെതറിലൊന്നും പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഡ്രാഗനെ കൊല്ലാൻ പോകണം. ശരിയാ, നെതറേറ്റൊന്നും ആവുന്നില്ല. ഓക്കെ, അവിടെ ചന്ദ്രൻ വരുന്നുണ്ട്, പുറത്ത് സൂര്യനുണ്ട്. ചന്ദ്രൻ മാത്രം ചതുരത്തിരിക്കുന്നു. സന്ദ്ര, നീ എന്താ ചതുരത്തിരിക്കുന്നു സന്ദ്ര? ഓക്കെ, അപ്പോൾ നമുക്കിനി എന്താ ഉറങ്ങുമൊന്നും വേണം. നമുക്ക് ബേസിൻ്റെ കുറച്ച് ഇതായിട്ട് പറയാമല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഞാൻ ഈ ഉണ്ടാക്കുന്ന ബേസിനെ കുറിച്ച് പറയാം. അതായത് നമ്മൾ പണ്ടത്തെ എൻ്റെ എന്താ പറയുക സീരീസൊക്കെ ഇടുന്ന ടൈമിൽ ഞാൻ ഒരു ബേസ് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഈ വീടുള്ളൊരു ബേസ്. അത് തന്നെ. അപ്പം ആ ബേസ് തന്നെ ഇങ്ങോട്ട് പണിയാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ അതുവഴി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസ് അറിയാം. അല്ലാതെ നമ്മുടെ കൂടെ തന്നെ കളിച്ച് പോവുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പിന്നെ എന്താ പറയുക, വേറെ ഒന്നുമില്ല, നല്ലൊരു ക്യൂട്ട് ബൈക്സ്, അതാണ് നമ്മുടെ ഐഡിയ. നല്ലൊരു മധുരമൊക്കെ ചുറ്റി അതിനുവേണ്ടി നാളെ കുറേ എന്താ പറയുക കുറേ സാധനങ്ങൾ കണ്ടുപിടിക്കാൻ പോകണം. അതൊക്കെയാണ് ഇനി അടുത്ത എപ്പിസോഡിലത്തെ പരിപാടികൾ. അപ്പോൾ നിങ്ങളിനി പോയിട്ട് അടുത്ത എപ്പിസോഡ് വാ. ടാറ്റാ ബൈ ബൈ, സീ യു ഗൈസ്, ലവ് യു, ടേക്ക് കെയർ, ബൈ.